നമ്മളേലേക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോണ വഴികളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യും. അങ്ങനെയാണ് പറയാൻ താല്പര്യമില്ല. ഞാൻ തുറന്ന് പറയാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളല്ലെങ്കിൽ ചെറിയ ചെറിയ കുറേ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ആർക്കും അറിയില്ല. നമസ്കാരം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളും കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ വൈകുന്നേരങ്ങളിൽ പോയിരുന്ന് പാട്ട് പാടാനും അതുപോലെ തന്നെ ഒരുപാട് കലാ പ്രവർത്തനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള കൂട്ടായ്മകളും ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോവാണ്. കാരണം ആൾക്കാർ ഈ ജോലി കഴിഞ്ഞ് വന്നാൽ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരം സംഭവങ്ങളൊന്നും കാണാറില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടത്. കാരണം ഒരു ഗ്രാമത്തിൽ സർഗാത്മകതയെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. രണ്ടുപേരും കവയത്രികളാണ്. ഞങ്ങൾ പരിചയപ്പെടാം. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ഷീന രാജീവ്. സ്ഥലം കല്ലമ്പലം പുതുശ്ശേരി മുക്കാണ്. പേര്? എൻ്റെ പേര് ഗിരിജ സുഭാഷ്. പുതിയ തടം. എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്? ഞാൻ ഒരു പാട്ടുകൾ പാടും, പിന്നെ കവയിത്രിയാണ്. 2 പുസ്തകം ചെയ്തിട്ടുണ്ട്. ഇപ്പം പല വേദികളിലും അതായത് സമിതികളിലും പോകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി അങ്ങനെ ഉൾപ്പെടെ പല വേദികളിലും പോകുന്നുണ്ട്. പലരും വിളിക്കുന്നുമുണ്ട്. ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ സർഗാത്മകതയെ പരിപോഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? അവരുടെ ഞാൻ ഒരു മീറ്റർ റീഡറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴികളിൽ എന്തൊക്കെ കാണുമ്പോൾ നമ്മളെ കണ്ണിൽ എന്താണോ ഉടാക്കിയത്, അതായത് ഇപ്പോൾ കുടുംബശ്രീ വയോജനങ്ങൾക്കുള്ള ഒരു വയോജനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഷോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അവരെ മുൻനിർത്തി നമ്മളൊരു വീഡിയോ ചെയ്തതായിരുന്നു. അങ്ങനെ കാണുന്നതൊക്കെ നമ്മൾ പകർത്താറുണ്ട്. പിന്നെ ഞാൻ ഈ പോകുന്ന വഴിയിൽ കാണുന്ന സംഭവങ്ങളെല്ലാം അനുഭവക്കുറിപ്പായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പരിചയപ്പെടുത്തിയ ആള് പറഞ്ഞു നിങ്ങൾ ഒരുപാട് കലാകാരന്മാരെയൊക്കെ കൂട്ടി. അത് സർഗശ്രീ എന്ന് പറഞ്ഞ കരവാരം പഞ്ചായത്തിന്റെ മോഡൽ GRCയുടെ ഒരു ഗ്രൂപ്പുണ്ട്. സർഗശ്രീ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾക്ക് ഒരുപാട് 75ഓളം അംഗങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അതിൽ എല്ലാ കലാകാരികളും ചേർന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ്. ഷീന രാജീവ് എന്നുള്ള ഒരു വ്യക്തി മുന്നിലോട്ട് വന്നത് ഈ സർഗശ്രീ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം മാത്രമാണ്. എൻ്റെ പേര് ഗിരിജ സുഭാഷ്. ഞാൻ തൃശ്ശൂർകാരിയാണ്. എന്നെ ഇവിടേക്കാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ നമ്മൾ 10-12 വർഷമായി ഞാനിവിടെ. പക്ഷേ എന്നെ കൊണ്ടുവന്നത് ഇവളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കവിത ഇങ്ങനെയുള്ള ഒരു ഇതിൽ അപ്പോൾ എന്നെയും കൂടി കൂട്ടി നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നാട്ടുകാർക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? നാട്ടുകാർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി അങ്ങനെ ഒന്നും അങ്ങനെ ഇതായിട്ട് ചെയ്തിട്ടില്ല. എന്നാലും എന്നാലാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരറിയാതെ നമുക്ക് പറ്റാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പബ്ലിഷ് ചെയ്യാനോ ഇതിനൊന്നും നമ്മൾ പോകാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇതായാലും അവർക്ക് സഹായം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അത് ഞാൻ ഒരിക്കലും മുടക്കാറില്ല. സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് ഈ ഗ്രാമവാസികളുടെയൊക്കെ? അത് ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്കൊരു ഇതിൽ നമ്മൾ വന്നിട്ടില്ല. നമ്മളേലേക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോണ വഴികളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യും. അങ്ങനെയാണ്. പറയാൻ താല്പര്യമില്ല. ഞാൻ തുറന്ന് പറയാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളല്ലെങ്കിൽ ചെറിയ ചെറിയ കുറേ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ആർക്കും അറിയില്ല. ഞാൻ പറയാറുണ്ട് ചില സമയങ്ങളിൽ. ഞാൻ എന്നെ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. അത് ഓരോരോ വ്യക്തിപരമായ കാര്യങ്ങളല്ല. ഞാൻ പറയുന്നത് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ നമുക്ക് പറ്റാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചെറിയ നമ്മൾ പോണ വഴികളിലോ വേറെ എവിടെയെങ്കിലും ആയാലും ഞാൻ ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ആറ്റിങ്ങായിട്ട് ഞാൻ ഒരു സൂംബ ക്ലാസ് ഉണ്ട്. നമുക്ക് ഡാൻസ് വിത്ത് മീ അറിയോ? ആറ്റിങ് അറിയാം. അവിടെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ക്ലാസ്സിൽ പോകുന്നുണ്ട്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പരിപാടി അവതരിപ്പിക്കാറുണ്ട്. എല്ലായിടങ്ങളിലും ഗുരുവായൂർ, പിന്നെ പത്മനാഭ ക്ഷേത്രം നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മിക്ക അമ്പലങ്ങളിലും മിക്ക അമ്പലങ്ങളിലും ഡാൻസ് വിത്ത് മീയുടെ പ്രോഗ്രാം ഉണ്ട്. അശ്വതി ആജ് അവളാണ് നമ്മുടെ ഗുരു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടമ്മയായിരുന്നു. ആ വീട്ടമ്മയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നത് അവളാണ്. ഈ ഡാൻസ് പ്രോഗ്രാം നന്നായി നമുക്ക് ഡാൻസ് ചെയ്യാനറിയാം. നമ്മൾ റീലെടുക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, സൂംബ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ പിന്നെ നമ്മൾ എല്ലാ പരിപാടികളും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയും നാൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു എന്താ പറയുക വീട്ടമ്മയായിട്ട് ജീവിച്ചിരുന്നതാണ്. ഇപ്പോൾ ആ ഒരു ഇത് മാറി നമ്മൾ പല സ്ഥലങ്ങളിൽ പോകും. ഗ്രൂപ്പ് ആക്റ്റീവാണോ? സർഗശ്രീ ഗ്രൂപ്പ് അല്ലാതെ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പെണ്ണിടം എന്ന് പറഞ്ഞിട്ട് കുറേ കലാകാരികൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പിൽ. കാരണം
എവിടെ ജയറാണി ചേച്ചിയാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജയറാണി ചേച്ചി പറയുന്നത് പല വേദികളിലും കവിയരങ്ങിന് പങ്കെടുക്കുമ്പോൾ സ്ത്രീകളെ അങ്ങോട്ട് പിന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ ഒരു ഇത് മോഹം ഉണ്ടായിരുന്നു, സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പെണ്ണിടം എന്നുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇനി പുസ്തകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ മൊഴി പബ്ലിക്കേഷൻസ്, അതിൽ മൊഴി പബ്ലിക്കേഷൻസ് സേഫ് സാറാണ് അതിൻ്റെ കൺവീനർ. സാറ് ഇതേപോലെ 10-60ഓളം സ്ത്രീകളെ നിർത്തി. പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആണ് വേണമല്ലേ? അതല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന ആണെങ്കിലും വേണ്ടേ? സേഫ് സാറ് അങ്ങനെ മൊഴി പബ്ലിക്കേഷൻ മൊഴിയിലൊക്കെ ഉണ്ട്, ഞാനുണ്ട്. 10-60ഓളം സ്ത്രീകൾ, അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു. അപ്പം അത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു അടുത്ത പുസ്തകം ചെയ്യണം എന്ന ഒരു താല്പര്യം, അത് അനുഭവക്കുറിപ്പും. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ഒരുപാട് കവിതകളൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് എൻ്റെ ഇതാ കനൽ പോലെ എരിയുന്ന സൂര്യൻ്റെ ചൂടേറ്റ് വാടുന്ന പോവാണു നീ, മങ്ങുന്ന സന്ധ്യതൻ തിരുനാളമെന്നും ഹൃത്തിൽ നിറച്ചുവോ നീ, പെൺമനം എന്തെന്ന് കണ്ടിടണം, പെരുമയായി പൂത്തവൾ നീയല്ലയോ, ആണിന്നു വഴികാട്ടിയായതും തണലായി നിന്നതും താങ്ങായി നിന്നതും പെണ്ണവൾ തന്നെയോ, പെണ്ണിൻ്റെ മാനാഭിമാനങ്ങൾ വിണ്ണില്ലെറിഞ്ഞിട്ടുമേ മണ്ണിനക്കിന്നന്യമായി മാറിയോ. ശരി, ഏതായാലും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഉള്ള ഒരു ചുവടുവയ്പ്പാണ് നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ഉള്ളത്. അവർക്ക് എന്താ പറയുക, നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ. അവരെ പോലുള്ള ആൾക്കാർ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, അവർ അരങ്ങത്തേക്കും കൂടെ വരട്ടെ, അവരുടെ സർഗാത്മകതയൊക്കെ പുറത്തു വരട്ടെ, അവർക്കൊരുപാട് വേദികൾ ലഭിക്കട്ടെ എന്ന ആശംസയുമായി വിസ്മയ ന്യൂസിനുവേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.